നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. അണ്ടർ-20 ഫിഫ വേൾഡ് കപ്പ് പുരോഗമിക്കുകയാണ്. ഇന്ന് നടന്ന മത്സരങ്ങളിൽ അർജൻറ്റീന തകർപ്പൻ ജയം സ്വന്തമാക്കിയപ്പോൾ ബ്രസീൽ പൊട്ടി. മൊറോക്കോയോട് ബ്രസീൽ പൊട്ടി. അർജൻറ്റീന ഇതാ ഓസ്ട്രേലിയയെ 1-4 ഗോളുകൾക്ക് തകർത്തിരിക്കുന്നു. തുടർച്ചയായ രണ്ടാം വിജയമാണ് അർജൻറ്റീന നേടുന്നത്. 2 കളികളായിട്ടും വിജയമില്ലാതെ ഉലയുകയാണ് ബ്രസീൽ. അർജൻറ്റീന 4-1 വിജയം സ്വന്തമാക്കിയ മത്സരത്തിൽ അവർക്ക് വേണ്ടി ഗോളുകൾ നേടിയത് അലേജോ സാർക്കയും തോമസ് പെരസും പിന്നെ സുബിയാബ്രയും ആൻറ്റിനോയുമായിരുന്നു. മറുഭാഗത്ത് ബെനയിലൂടെ ഒരു ഗോള് ഓസ്ട്രേലിയ മടക്കിയെന്നും മാത്രം. കളിയുടെ തുടക്കം മുതൽ അർജൻറ്റീനയുടെ ആധിപത്യമായിരുന്നു. 3-ാമത്തെ മിനിറ്റിലാണ് അലേജോ സാർക്കോയുടെ ഗോൾ പിറക്കുന്നത്. ആദ്യ പകുതി അവസാനിക്കുന്നതിന് തൊട്ടു മുമ്പായിട്ട് തോമസ് പെരസ് കൂടി ഗോളടിച്ചപ്പോൾ അവർക്ക് 2-0 ലീഡായി. രണ്ടാം പകുതിയിൽ ബെനിയിലൂടെ ഒരു ഗോൾ 69-ാമത്തെ മിനിറ്റിൽ ഓസ്ട്രേലിയ മടക്കിയെങ്കിലും അവസാന ഘട്ടത്തിൽ, അതായത് ഇഞ്ചുറി ടൈമിൽ അർജൻറ്റീന 2 ഗോളുകൾ കൂടി നേടുന്ന കാഴ്ച. സുബിയാബ്രെ ആദ്യം ഗോളടിക്കുന്നു. തൊട്ടു പിന്നാലെ തന്നെ ആൻറ്റിനോയുടെ ഗോൾ കൂടി വന്നപ്പോൾ 1-4 ഗോളുകളുടെ തകർപ്പൻ ജയമാണ് അർജൻറ്റീന സ്വന്തമാക്കിയത്. അതേസമയം ബ്രസീൽ മൊറോക്കോയോട് 2-1 പൊട്ടി. മത്സരത്തിൽ കളിയുടെ 60-ാമത്തെ മിനിറ്റിൽ മാമയുടെ ഗോളിലൂടെ മൊറോക്കോ മുന്നിലെത്തി. പിന്നീട് ജബീരി 76-ാമത്തെ മിനിറ്റിൽ അവരുടെ ലീഡ് വർദ്ധിപ്പിച്ചു. ഒടുവിൽ ലഭിച്ച പെനാൽറ്റി ഡാസിൽവ നൊഗ്ഗേഴ വലയിലേക്ക് എത്തിച്ചുകൊണ്ട് ബ്രസീലിന് ഒരു ആശ്വാസ ഗോൾ സമ്മാനിച്ചെങ്കിലും അതുകൊണ്ടാവുമായിരുന്നില്ല. തുടർച്ചയായ രണ്ടാമത്തെ മത്സരത്തിലും വിജയമില്ലാതിരിക്കുകയാണ് ബ്രസീലിന്. അതേസമയം ഈ ഗ്രൂപ്പിൽ മെക്സിക്കോയും സ്പെയിനും തമ്മിൽ 2-2 സമനിലയിൽ പിരിഞ്ഞത് ബ്രസീലിന് ഒരു ചെറിയ പ്രതീക്ഷ ബാക്കി വെക്കുന്നുണ്ട്. നിലവിൽ ബ്രസീലിൻ്റെ ഗ്രൂപ്പ് സിയിൽ മൊറോക്കോ 2 കളികൾ 2 ജയിച്ച് 6 പോയിൻറ്റോടെ ഒന്നാമതാണ്. 2 കളിയിൽ നിന്ന് 2 പോയിൻറ്റുമായിട്ട് മെക്സിക്കോ രണ്ടാമത്. ബ്രസീലിനും സ്പെയിനിനും ഓരോ പോയിൻറ്റുകളാണുള്ളത്. ഗ്രൂപ്പിലെ അവസാന മത്സരങ്ങൾ നിർണായകമാണ് എന്നർത്ഥം. അതേസമയം അർജൻറ്റീനയുടെ ഗ്രൂപ്പിൽ അവർ കുതിച്ചു പായുകയാണ് എന്ന് പറയേണ്ടി വരും. കളിച്ച 2 കളികളും വിജയിച്ച് 6 പോയിൻറ്റോടെ ഗ്രൂപ്പ് ഡിയിൽ അവർ ഒന്നാമതാണ്. 2 കളികളിൽ നിന്ന് 4 പോയിൻറ്റുള്ള ഇറ്റലിയാണ് രണ്ടാം സ്ഥാനത്ത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.